ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട്. ഐ വർക്ക് എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. ജോലി ചെയ്യുക, വർക്ക്. ഐ വർക്ക് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട്. ഞാൻ ദിവസവും 2 മണിക്കൂർ പഠിക്കാറുണ്ട്. ഐ സ്റ്റഡി ഫോർ 2 hours എ ഡേ. ദിവസം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡേ. പഠിക്കുക, സ്റ്റഡി. 2 മണിക്കൂർ, 2 hours. ഐ സ്റ്റഡി ഫോർ 2 hours എ ഡേ. ഞാൻ ദിവസവും 2 മണിക്കൂർ പഠിക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞാൻ നീന്താറുണ്ട്. ഐ സ്വിം എവറി മോർണിംഗ്. രാവിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോർണിംഗ്. നീന്തുക, സ്വിം. ഐ സ്വിം എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ നീന്താറുണ്ട്. ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് വാട്ടർ. വെള്ളം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാട്ടർ. കുടിക്കുക, ഡ്രിങ്ക്. ഐ ഡ്രിങ്ക് വാട്ടർ. ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഞാൻ ലൈബ്രറിയിലേക്ക് പോകാറുണ്ട്. ഐ ഗോ ടു ദ ലൈബ്രറി. പോകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഐ ഗോ ടു ദ ലൈബ്രറി. ഞാൻ ലൈബ്രറിയിലേക്ക് പോകാറുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. ഐ കോൾ മൈ ഫ്രണ്ട്സ്. സുഹൃത്തുക്കൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രണ്ട്സ്. വിളിക്കുക, കോൾ. ഐ കോൾ മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. ഞാൻ പാവപ്പെട്ടവർക്ക് പണം ദാനം ചെയ്യാറുണ്ട്. ഐ ഡൊണേറ്റ് മണി ടു ദ പുവർ. പാവപ്പെട്ടവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദ പുവർ. പണം, മണി. ദാനം ചെയ്യുക, ഡൊണേറ്റ്. ഐ ഡൊണേറ്റ് മണി ടു ദ പുവർ. ഞാൻ പാവപ്പെട്ടവർക്ക് പണം ദാനം ചെയ്യാറുണ്ട്. ഞാൻ കഥകൾ എഴുതാറുണ്ട്. ഐ റൈറ്റ് സ്റ്റോറീസ്. കഥകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോറീസ്. എഴുതുക, റൈറ്റ്. ഐ റൈറ്റ് സ്റ്റോറീസ്. ഞാൻ കഥകൾ എഴുതാറുണ്ട്. ഞാൻ ചൈനീസ് ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്. ഐ കുക്ക് ചൈനീസ് ഫുഡ്. ഭക്ഷണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫുഡ്. പാചകം ചെയ്യുക, കുക്ക്. ഐ കുക്ക് ചൈനീസ് ഫുഡ്. ഞാൻ ചൈനീസ് ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഓടാറുണ്ട്. ഐ റൺ എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. ഓടുക, റൺ. ഐ റൺ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഓടാറുണ്ട്. ഞാൻ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സന്ദർശിക്കാറുണ്ട്. ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ്. മുത്തശ്ശനും മുത്തശ്ശിയും, ഗ്രാൻഡ് പേരൻസ്. സന്ദർശിക്കുക, വിസിറ്റ്. ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ്. ഞാൻ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സന്ദർശിക്കാറുണ്ട്. എൻ്റെ തെറ്റുകൾ ഞാൻ അംഗീകരിക്കാറുണ്ട്. ഐ അക്സെപ്റ്റ് മൈ മിസ്റ്റേക്സ്. തെറ്റുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മിസ്റ്റേക്സ്. അംഗീകരിക്കുക, അക്സെപ്റ്റ്. ഐ അക്സെപ്റ്റ് മൈ മിസ്റ്റേക്സ്. എൻ്റെ തെറ്റുകൾ ഞാൻ അംഗീകരിക്കാറുണ്ട്. ഞാൻ പുതിയ ശീലങ്ങൾ വളർത്താറുണ്ട്. ഐ ഡെവലപ്പ് ന്യൂ ഹാബിറ്റ്സ്. പുതിയ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ. ശീലങ്ങൾ, ഹാബിറ്റ്സ്. വളർത്തുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡെവലപ്പ്. ഐ ഡെവലപ്പ് ന്യൂ ഹാബിറ്റ്സ്. ഞാൻ പുതിയ ശീലങ്ങൾ വളർത്താറുണ്ട്. ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാറുണ്ട്. ഐ ആൻസർ ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്വസ്റ്റ്യൻസ്. ഉത്തരം നൽകുക, ആൻസർ. ഐ ആൻസർ ക്വസ്റ്റ്യൻസ്. ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാറുണ്ട്. ഞാൻ തമാശ പറയാറുണ്ട്. ഐ ജോക്ക്. തമാശ പറയുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ജോക്ക്. ഐ ജോക്ക്. ഞാൻ തമാശ പറയാറുണ്ട്. ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാറുണ്ട്. ഐ കംപ്ലീറ്റ് മൈ അസൈൻമെൻറ്റ്സ് ഓൺ ടൈം. ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അസൈൻമെൻറ്റ്സ്. കൃത്യസമയം, ഓൺ ടൈം. പൂർത്തിയാക്കുക, കംപ്ലീറ്റ്. ഐ കംപ്ലീറ്റ് മൈ അസൈൻമെൻറ്റ്സ് ഓൺ ടൈം. ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാറുണ്ട്. ഞാൻ അടക്കി പറയാറുണ്ട്. ഐ വിസ്പർ. അടക്കി പറയുക അല്ലെങ്കിൽ ചെവിയിൽ പറയുക അല്ലെങ്കിൽ മന്ത്രിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വിസ്പർ. ഐ വിസ്പർ. ഞാൻ അടക്കി പറയാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. ഐ കോൾ മൈ ഫ്രണ്ട്സ് എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. വിളിക്കുക, കോൾ. ഐ കോൾ മൈ ഫ്രണ്ട്സ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. ഐ ടീച്ച് ഇംഗ്ലീഷ്. പഠിപ്പിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടീച്ച്. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. മാസത്തിലൊരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണാറുണ്ട്. ഐ മീറ്റ് മൈ ഫ്രണ്ട്സ് വൺസ് എ മന്ത്. മാസത്തിലൊരിക്കൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വൺസ് എ മന്ത്.
സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. കാണുക, മീറ്റ്. ഐ മീറ്റ് മൈ ഫ്രണ്ട്സ് വൺസ് എ മന്ത്. മാസത്തിലൊരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണാറുണ്ട്. ഞാൻ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഐ പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റീഷൻസ്. മത്സരങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോമ്പറ്റീഷൻസ്. പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ്. ഐ പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റീഷൻസ്. ഞാൻ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഐ ലേൺ ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ തിങ്സ്. പഠിക്കുക, ലേൺ. ഐ ലേൺ ന്യൂ തിങ്സ്. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഞാൻ ഫർണിച്ചറുകൾ പൊടിയടിക്കാറുണ്ട്. ഐ ഡസ്റ്റ് ഫർണിച്ചർ. പൊടിയടിച്ച് വൃത്തിയാക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡസ്റ്റ്. ഐ ഡസ്റ്റ് ഫർണിച്ചർ. ഞാൻ ഫർണിച്ചറുകൾ പൊടിയടിക്കാറുണ്ട്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടാറുണ്ട്. ഐ സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അതേഴ്സ്. സഹായം, ഹെൽപ്പ്. തേടുക, സീക്ക്. ഐ സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടാറുണ്ട്. ഞാൻ പരവതാനികൾ വാക്കം ചെയ്യാറുണ്ട്. ഐ വാക്കം കാർപ്പറ്റ്സ്. പരവതാനികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കാർപ്പറ്റ്സ്. വാക്കം ചെയ്യുക, വാക്കും. ഐ വാക്കം കാർപ്പറ്റ്സ്. ഞാൻ പരവതാനികൾ വാക്കം ചെയ്യാറുണ്ട്. ഞാൻ തറകൾ തൂത്തുവാരാറുണ്ട്. ഐ സ്വീപ്പ് ഫ്ലോർസ്. തറകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലോർസ്. തൂത്തുവാരുക, സ്വീപ്പ്. ഐ സ്വീപ്പ് ഫ്ലോർസ്. ഞാൻ തറകൾ തൂത്തുവാരാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാറുണ്ട്. ഐ എക്സസൈസ് എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. വ്യായാമം ചെയ്യുക, എക്സസൈസ്. ഐ എക്സസൈസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാറുണ്ട്. ഞാൻ പ്രശ്നങ്ങളോട് പ്രതികരിക്കാറുണ്ട്. ഐ റിയാക്ട് ടു പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോബ്ലംസ്. പ്രതികരിക്കുക, റിയാക്ട്. ഐ റിയാക്ട് ടു പ്രോബ്ലംസ്. ഞാൻ പ്രശ്നങ്ങളോട് പ്രതികരിക്കാറുണ്ട്. എനിക്ക് കത്തുകൾ ലഭിക്കാറുണ്ട്. ഐ റിസീവ് ലെറ്റേഴ്സ്. കത്തുകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലെറ്റേഴ്സ്. ലഭിക്കുക, റിസീവ്. ഐ റിസീവ് ലെറ്റേഴ്സ്. എനിക്ക് കത്തുകൾ ലഭിക്കാറുണ്ട്. ഞാൻ ജോലിക്ക് അപേക്ഷിക്കാറുണ്ട്. ഐ അപ്ലൈ ഫോർ ജോബ്സ്. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. അപേക്ഷിക്കുക, അപ്ലൈ. ഐ അപ്ലൈ ഫോർ ജോബ്സ്. ഞാൻ ജോലിക്ക് അപേക്ഷിക്കാറുണ്ട്. ജന്മദിന പാർട്ടികളിൽ ഞാൻ പാട്ടുകൾ പാടാറുണ്ട്. ഐ സിംഗ് സോങ്സ് അറ്റ് ബർത്ത്ഡേ പാർട്ടീസ്. ജന്മദിന പാർട്ടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബർത്ത്ഡേ പാർട്ടീസ്. പാട്ടുകൾ, സോങ്സ്. പാടുക, സിംഗ്. ഐ സിംഗ് സോങ്സ് അറ്റ് ബർത്ത്ഡേ പാർട്ടീസ്. ജന്മദിന പാർട്ടികളിൽ ഞാൻ പാട്ടുകൾ പാടാറുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഉച്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആഫ്റ്റർനൂൺ. ഉറങ്ങുക, സ്ലീപ്പ്. ഐ സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഐ ഗെറ്റ് അപ്പ് ഏർലി എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. നേരത്തെ, ഏർലി. എഴുന്നേൽക്കുക, ഗെറ്റ് അപ്പ്. ഐ ഗെറ്റ് അപ്പ് ഏർലി എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഞാൻ ദിവസത്തിൽ 2 തവണ പല്ല് തേക്കാറുണ്ട്. ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. ദിവസം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡേ. 2 തവണ, ട്വൈസ്. പല്ല്, ടീത്ത്. പല്ല് തേക്കുക, ബ്രഷ്. ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. ഞാൻ ദിവസത്തിൽ 2 തവണ പല്ല് തേക്കാറുണ്ട്. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. കളിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേ. ഇഷ്ടം, ലൈക്ക്. ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല. ഐ നെവർ ലൈ. ഒരിക്കലും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നെവർ. കള്ളം പറയുക, ലൈ. ഐ നെവർ ലൈ. ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല. ഞാൻ ജോലി സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. ഐ യൂസ് എ കമ്പ്യൂട്ടർ അറ്റ് വർക്ക്. ജോലി സ്ഥലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. ഉപയോഗിക്കുക, യൂസ്. ഐ യൂസ് എ കമ്പ്യൂട്ടർ അറ്റ് വർക്ക്. ഞാൻ ജോലി സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. എല്ലാ വേനൽക്കാലത്തും ഞാൻ അവധിക്ക് പോകാറുണ്ട്. ഐ ഗോ ഓൺ വെക്കേഷൻ എവറി സമ്മർ. എല്ലാ വേനൽക്കാലത്തും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി സമ്മർ. വേനൽക്കാലം, സമ്മർ. അവധിക്കാലം, വെക്കേഷൻ. പോകുക, ഗോ. ഐ ഗോ ഓൺ വെക്കേഷൻ എവറി സമ്മർ. എല്ലാ വേനൽക്കാലത്തും ഞാൻ അവധിക്ക് പോകാറുണ്ട്. ഞാൻ പാത്രങ്ങൾ കഴുകാറുണ്ട്. ഐ വാഷ് ഡിഷസ്. പാത്രങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിഷസ്. കഴുകുക, വാഷ്. ഐ വാഷ് ഡിഷസ്. ഞാൻ പാത്രങ്ങൾ കഴുകാറുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ ഓടാറുണ്ട്. ഐ റൺ വെരി ഫാസ്റ്റ്. വളരെ വേഗത്തിൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി ഫാസ്റ്റ്. ഓടുക, റൺ.
ഐ റൺ വെരി ഫാസ്റ്റ്. ഞാൻ വളരെ വേഗത്തിൽ ഓടാറുണ്ട്. ഞാൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. നന്നായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലുവൻലി. സംസാരിക്കുക സ്പീക്ക്. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഞാൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഞാൻ എന്നും രാവിലെ കാപ്പി കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. എന്നും രാവിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി മോർണിംഗ്. കുടിക്കുക ഡ്രിങ്ക്. ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. എന്നും രാവിലെ ഞാൻ കാപ്പി കുടിക്കാറുണ്ട്. ഞാൻ എന്നും രാവിലെ പത്രം വായിക്കാറുണ്ട്. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്. എന്നും രാവിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി മോർണിംഗ്. പത്രം ന്യൂസ് പേപ്പർ. വായിക്കുക റീഡ്. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്. എന്നും രാവിലെ ഞാൻ പത്രം വായിക്കാറുണ്ട്. അവർ എല്ലാ ദിവസവും പാചകം ചെയ്യാറുണ്ട്. ദേ കുക്ക് എവറി ഡേ. പാചകം ചെയ്യുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കുക്ക്. എല്ലാ ദിവസവും എവറി ഡേ. ദേ കുക്ക് എവറി ഡേ. അവർ എല്ലാ ദിവസവും പാചകം ചെയ്യാറുണ്ട്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സൺ. ഉദിക്കുക റൈസ്. കിഴക്ക് ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. അവൻ തൻ്റെ സഹോദരനോടൊപ്പം കളിക്കാറുണ്ട്. ഹീ പ്ലേസ് വിത്ത് ഹിസ് ബ്രദർ. സഹോദരൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബ്രദർ. കളിക്കുക പ്ലേ. ഹീ പ്ലേസ് വിത്ത് ഹിസ് ബ്രദർ. അവൻ തൻ്റെ സഹോദരനോടൊപ്പം കളിക്കാറുണ്ട്. അവൻ ജോണിനെ സഹായിക്കുന്നുണ്ടോ? ഡസ് ഹി ഹെൽപ്പ് ജോൺ? സഹായിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. ഡസ് ഹി ഹെൽപ്പ് ജോൺ? അവൻ ജോണിനെ സഹായിക്കുന്നുണ്ടോ? അവൻ്റെ സഹോദരൻ വളരെ ധനികനാണ്. ഹിസ് ബ്രദർ ഈസ് വെരി റിച്ച്. സഹോദരൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബ്രദർ. വളരെ വെരി. ധനികൻ റിച്ച്. ഹിസ് ബ്രദർ ഈസ് വെരി റിച്ച്. അവൻ്റെ സഹോദരൻ വളരെ ധനികനാണ്. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ദേ പ്ലേ ക്രിക്കറ്റ്. കളിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേ. ദേ പ്ലേ ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അവൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. ഹി ഗോസ് ടു പ്ലേ ഫുട്ബോൾ എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. കളിക്കുക പ്ലേ. പോകുക ഗോ. ഹി ഗോസ് ടു പ്ലേ ഫുട്ബോൾ എവറി ഡേ. അവൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. ബാസ്ക്കറ്റ്ബോൾ കളിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ഹി ലവ്സ് ടു പ്ലേ ബാസ്ക്കറ്റ്ബോൾ. കളിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേ. ഇഷ്ടപ്പെടുക ലവ്. ഹി ലവ്സ് ടു പ്ലേ ബാസ്ക്കറ്റ്ബോൾ. ബാസ്ക്കറ്റ്ബോൾ കളിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. അവൻ എല്ലാ ദിവസവും രാവിലെ നീന്താറുണ്ട്. ഹി സ്വിംസ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ എവറി മോർണിംഗ്. നീന്തുക സ്വിം. ഹി സ്വിംസ് എവറി മോർണിംഗ്. അവൻ എല്ലാ ദിവസവും രാവിലെ നീന്താറുണ്ട്. എല്ലാ ദിവസവും രാവിലെ അവൻ കാപ്പി കുടിക്കാറുണ്ട്. ദേ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി മോർണിംഗ്. കുടിക്കുക ഡ്രിങ്ക്. ദേ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ അവർ കാപ്പി കുടിക്കാറുണ്ട്. എല്ലാ ആഴ്ചയും ഞങ്ങൾ അവരെ കാണാറുണ്ട്. വി സീ ദം എവറി വീക്ക്. എല്ലാ ആഴ്ചയും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി വീക്ക്. കാണുക സീ. അവരെ ദം. വി സീ ദം എവറി വീക്ക്. എല്ലാ ആഴ്ചയും ഞങ്ങൾ അവരെ കാണാറുണ്ട്. നിങ്ങൾക്ക് വറുത്ത ചിക്കൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഫ്രൈഡ് ചിക്കൻ? വറുത്ത ചിക്കൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രൈഡ് ചിക്കൻ. ഇഷ്ടമാകുക ലൈക്ക്. ഡു യു ലൈക്ക് ഫ്രൈഡ് ചിക്കൻ? നിങ്ങൾക്ക് വറുത്ത ചിക്കൻ ഇഷ്ടമാണോ? എൻ്റെ സഹോദരൻ്റെ നായ ഒരുപാട് കുരയ്ക്കാറുണ്ട്. മൈ ബ്രദേഴ്സ് ഡോഗ് ബാർക്സ് എ ലോട്ട്. സഹോദരൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബ്രദർ. നായ ഡോഗ്. ഒരുപാട് എ ലോട്ട്. കുരയ്ക്കുക ബാർക്ക്. മൈ ബ്രദേഴ്സ് ഡോഗ് ബാർക്സ് എ ലോട്ട്. എൻ്റെ സഹോദരൻ്റെ നായ ഒരുപാട് കുരയ്ക്കാറുണ്ട്. കുട്ടികൾ സ്കൂളിലാണ്. ദ ചിൽഡ്രൻ ആർ അറ്റ് സ്കൂൾ. കുട്ടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ചിൽഡ്രൻ. ദ ചിൽഡ്രൻ ആർ അറ്റ് സ്കൂൾ. കുട്ടികൾ സ്കൂളിലാണ്. നിങ്ങൾക്ക് ഒരു വലിയ വീടുണ്ട്. യു ഹാവ് എ ബിഗ് ഹൗസ്. വലിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബിഗ്. വീട് ഹൗസ്. യു ഹാവ് എ ബിഗ് ഹൗസ്. നിങ്ങൾക്കൊരു വലിയ വീടുണ്ട്. അവർ ഒരുപാട് സംസാരിക്കാറുണ്ടോ? ഡു ദേ ടോക്ക് എ ലോട്ട്? അവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദേ. ഒരുപാട് എ ലോട്ട്. സംസാരിക്കുക ടോക്ക്. ഡു ദേ ടോക്ക് എ ലോട്ട്? അവർ ഒരുപാട് സംസാരിക്കാറുണ്ടോ? അവൻ പ്രഭാത ഭക്ഷണത്തിൽ ചായ കുടിക്കാറുണ്ട്. ഹി ഡ്രിങ്ക്സ് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്.
പ്രഭാത ഭക്ഷണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. ചായ, ടീ. കുടിക്കുക, ഡ്രിങ്ക്. ഹി ഡ്രിങ്ക്സ് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ പ്രഭാത ഭക്ഷണത്തിൽ ചായ കുടിക്കാറുണ്ട്. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. നേരത്തെ, ഏർലി. എഴുന്നേൽക്കുക, ഗെറ്റ് അപ്പ്. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി എവറി ഡേ. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അവൻ സ്കൂളിൽ പോകുന്നു. ഹി ഗോസ് ടു സ്കൂൾ. പോകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഹി ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നു. അവൾ കാറിലാണ് ജോലിക്ക് പോകുന്നത്. ഷി ഗോസ് ടു വർക്ക് ബൈ കാർ. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. പോകുക, ഗോ. ഷി ഗോസ് ടു വർക്ക് ബൈ കാർ. അവൾ കാറിലാണ് ജോലിക്ക് പോകുന്നത്. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. വി ഗോ ടു ചർച്ച് എവറി സൺഡേ. എല്ലാ ഞായറാഴ്ചയും, എവറി സൺഡേ. പള്ളി, ചർച്ച്. പോകുക, ഗോ. വി ഗോ ടു ചർച്ച് എവറി സൺഡേ. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. അവൻ സ്കൂളിൽ പോകുന്നുണ്ടോ? ഡസ് ഹി ഗോ ടു സ്കൂൾ? പോകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഡസ് ഹി ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോകുന്നുണ്ടോ? അവനൊരു ഇമെയിൽ എഴുതുന്നുണ്ടോ? ഡസ് ഹി റൈറ്റ് ആൻ ഇമെയിൽ? അവൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹി. എഴുതുക, റൈറ്റ്. ഡസ് ഹി റൈറ്റ് ആൻ ഇമെയിൽ? അവനൊരു ഇമെയിൽ എഴുതുന്നുണ്ടോ? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഐ ലൈക്ക് ഐസ്ക്രീം. ഇഷ്ടമാണ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലൈക്ക്. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. വേനൽക്കാലത്ത് ഇവിടെ മഴ പെയ്യാറില്ല. ഇറ്റ് ഡസൻ റെയിൻ ഹിയർ ഇൻ ദ സമ്മർ. വേനൽക്കാലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സമ്മർ. ഇവിടെ, ഹിയർ. മഴ, റെയിൻ. ഇറ്റ് ഡസൻ റെയിൻ ഹിയർ ഇൻ ദ സമ്മർ. വേനൽക്കാലത്ത് ഇവിടെ മഴ പെയ്യാറില്ല. എൻ്റെ സുഹൃത്തിന് ഈ ഗാനം ഇഷ്ടമാണ്. മൈ ഫ്രണ്ട് ലവ്സ് ദിസ് സോങ്. സുഹൃത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രണ്ട്. ഗാനം, സോങ്. ഇഷ്ടപ്പെടുക, ലവ്. മൈ ഫ്രണ്ട് ലവ്സ് ദിസ് സോങ്. എൻ്റെ സുഹൃത്തിന് ഈ ഗാനം ഇഷ്ടമാണ്. അവൾ മത്സ്യം മാത്രമേ കഴിക്കാറുള്ളൂ. ഷീ ഒൺലി ഈറ്റ്സ് ഫിഷ്. മത്സ്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫിഷ്. കഴിക്കുക, ഈറ്റ്. ഷീ ഒൺലി ഈറ്റ്സ് ഫിഷ്. അവൾ മത്സ്യം മാത്രമേ കഴിക്കാറുള്ളൂ. അവർ USA-യിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ദേ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ദ USA. അവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദേ. സംസാരിക്കുക, സ്പീക്ക്. ദേ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ദ USA. അവർ USA-യിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അവൻ കേരളത്തിലാണോ താമസിക്കുന്നത്? ഡസ് ഹി ലിവ് ഇൻ കേരള? താമസിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലിവ്. ഡസ് ഹി ലിവ് ഇൻ കേരള? അവൻ കേരളത്തിലാണോ താമസിക്കുന്നത്? എനിക്ക് ചായ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ടീ. ചായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടീ. ഇഷ്ടമല്ല, ഡോണ്ട് ലൈക്ക്. ഐ ഡോണ്ട് ലൈക്ക് ടീ. എനിക്ക് ചായ ഇഷ്ടമല്ല. ഇവിടെ സാധാരണയായി എല്ലാ ദിവസവും മഴ പെയ്യുന്നു. ഇറ്റ് യൂഷ്വലി റെയിൻസ് എവറി ഡേ ഹിയർ. സാധാരണയായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂഷ്വലി. മഴ പെയ്യുക, റെയിൻ. എല്ലാ ദിവസവും, എവറി ഡേ. ഇവിടെ, ഹിയർ. ഇറ്റ് യൂഷ്വലി റെയിൻസ് എവറി ഡേ ഹിയർ. ഇവിടെ സാധാരണയായി എല്ലാ ദിവസവും മഴ പെയ്യുന്നു. മേരി പാചകം ചെയ്യുന്നത് ആസ്വദിക്കാറുണ്ട്. മേരി എൻജോയ്സ് കുക്കിംഗ്. ആസ്വദിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എൻജോയ്. പാചകം ചെയ്യുക, കുക്ക്. മേരി എൻജോയ്സ് കുക്കിംഗ്. മേരി പാചകം ചെയ്യുന്നത് ആസ്വദിക്കാറുണ്ട്. എൻ്റെ മകൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. മൈ സൺ ലിവ്സ് ഇൻ ഡൽഹി. മകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സൺ. താമസിക്കുക, ലിവ്. മൈ സൺ ലിവ്സ് ഇൻ ഡൽഹി. എൻ്റെ മകൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. പൂച്ചകൾ വെള്ളത്തെ വെറുക്കുന്നു. ക്യാറ്റ്സ് ഹെയ്റ്റ് വാട്ടർ. പൂച്ചകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്യാറ്റ്സ്. വെള്ളം, വാട്ടർ. വെറുക്കുക, ഹെയ്റ്റ്. ക്യാറ്റ്സ് ഹെയ്റ്റ് വാട്ടർ. പൂച്ചകൾ വെള്ളത്തെ വെറുക്കുന്നു. പശുക്കൾ പുല്ല് തിന്നുന്നു. കൗസ് ഈറ്റ് ഗ്രാസ്. പശുക്കൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കൗസ്. പുല്ല്, ഗ്രാസ്. തിന്നുക, ഈറ്റ്. കൗസ് ഈറ്റ് ഗ്രാസ്. പശുക്കൾ പുല്ല് തിന്നുന്നു. ഞാൻ എൻ്റെ പുതിയ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നു. ഐ ഡു ലവ് മൈ ന്യൂ പെറ്റ്സ്. പുതിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ. വളർത്തുമൃഗങ്ങൾ, പെറ്റ്സ്. സ്നേഹിക്കുക, ലവ്. ഐ ഡു ലവ് മൈ ന്യൂ പെറ്റ്സ്. ഞാൻ എൻ്റെ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നു. എനിക്ക് ഡിറ്റക്റ്റീവ് കഥകൾ വായിക്കാൻ ഇഷ്ടമാണ്.
ഐ ലൈക്ക് റീഡിംഗ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. കഥകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോറീസ്. വായിക്കുക റീഡ്. ഇഷ്ടമാണ് ലൈക്ക്. ഐ ലൈക്ക് റീഡിംഗ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. എനിക്ക് ഡിറ്റക്റ്റീവ് കഥകൾ വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നു. ഐ ഈറ്റ് എ ലോട്ട് ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്. ധാരാളം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എ ലോട്ട്. പഴങ്ങൾ ഫ്രൂട്ട്, പച്ചക്കറികൾ വെജിറ്റബിൾസ്. കഴിക്കുക ഈറ്റ്. ഐ ഈറ്റ് എ ലോട്ട് ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്. ഞാൻ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നു. നമ്മളിതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.